ഹലോ ജിജോ, ലാസ്റ്റ് വർക്ക്ഷോപ്പ് കണ്ടിരുന്നു, നന്നായിരുന്നു, അഭിനന്ദനങ്ങൾ. ലാസ്റ്റ് വർക്ക്ഷോപ്പ് ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയ പ്രസൻറ്റേഷൻ എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പം എഐനെ കുറിച്ച് ഞാൻ കുറച്ചിങ്ങനെ എക്സൈറ്റഡ് ആയപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് പോലെ ചെയ്തതാണ്. എനിക്കതിൻ്റെ അകത്ത് നല്ല റെസ്പോൺസ് കിട്ടി. ഒരുപാട് പേര് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതിലും അത് ഇങ്ങനെ ആക്സെപ്റ്റഡ് ആയതിലും. എന്താണ് താങ്കൾക്ക് പബ്ലിക്കിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിതിനങ്ങനെ വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ വർക്ക്ഷോപ്പിന് ശേഷം നമ്മുടെ ആ ഒരു പബ്ലിക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാവുകയും ആളുകൾ സംശയം ചോദിക്കുകയൊക്കെ ചെയ്ത് കണ്ടപ്പോൾ അതോടൊപ്പം തന്നെ കുറേ പേര് എന്നോടൊപ്പം ചേരാനായിട്ട് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് വരാൻ തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് ഇതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആക്കി മാറ്റിക്കൂടാ എന്ന് ചിന്തിക്കുകയുണ്ടായി. അപ്പം അത്തരത്തിലുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോം പ്രത്യേകിച്ച് എഐയുടെ കാര്യത്തിൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ അത്യാവശ്യമാണെന്ന് കരുതുന്നു. ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ കൊച്ചിയിൽ എഐ കോൺക്ലേവ് നടന്നു, IBMുമായി ചേർന്ന് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രമാണെന്ന് സമൂഹം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം സമൂഹത്തിലെ ആളുകൾക്ക് ഇതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് ഒരു കൈപിടിച്ച് അതിലേക്ക് കയറ്റാനായിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ, ഇതുപോലത്തെ വെബിനാറുകളൊക്കെ ഇനിയും കൊടുക്കാൻ കഴിയുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാക്കി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഇനിയിപ്പോൾ ഉള്ളൊരു പ്ലാൻ. തീർച്ചയായും നല്ലൊരു വർക്ക്ഷോപ്പായിരുന്നു, ഞാൻ നന്നായി എൻജോയ് ചെയ്തു. ഫ്യൂച്ചറിന് നല്ലൊരു സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ് താങ്കൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജിജോ, എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഉദ്ദേശിക്കുന്നത്? AI എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടൂളാണല്ലോ. അപ്പം ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ആക്ടിവിറ്റീസിലൊക്കെ പലതരത്തിലുള്ള മെച്ചങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, വാല്യൂ ജനറേഷനെ ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല, ഈ എഐയുടെ ഒരു ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ AI സിസ്റ്റംസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഈ ഒരു ടൂള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ആ ടൂളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത്തരം കമ്മ്യൂണിക്കേഷനെ പറയുന്ന ആർക്കാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചായിരിക്കും നമ്മുടെ അടുത്ത ക്ലാസ്, അടുത്ത വെബിനാറോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പോ എന്ന് പറയുന്നത്. യെസ് ജിജോ, ഇറ്റ്സ് എ ഗുഡ് ഇനിഷ്യേറ്റീവ്. എല്ലാവർക്കും, അതായത് സാധാരണക്കാരായ എല്ലാവർക്കും തന്നെ AI ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതാണ് താങ്കളുടെ വിശ്വാസം? എഐയുടെ ലാംഗ്വേജ് ആണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ഇപ്പം ഒരാൾ എഐയോട് ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് പ്രോംപ്റ്റുകളിലൂടെയാണ്. എനിക്ക് ഇന്ന പോലത്തെ ഒരു ഔട്ട്പുട്ട് വേണമെന്ന് എഐയോട് പറയുന്നത് പ്രോംപ്റ്റുകളിലൂടെയാണ്. അത്തരം പ്രോംപ്റ്റുകൾ കൃത്യമായിട്ട് കൊടുത്താലാണ് യൂസറിന് ഉചിതമായിട്ടുള്ള രീതിയിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊടുക്കണം. അപ്പോൾ അത്തരം പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇൻട്രൊഡക്ടറി ലെസൺ ടു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ അടുത്ത വർക്ക്ഷോപ്പായിട്ട് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്ത വർക്ക്ഷോപ്പ് പോലെ തന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആയിരിക്കും. ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും ഒരു തിയറി പറയലായിരിക്കില്ല. നമ്മൾ ആക്ച്വലി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്ത് ഓരോ പ്രോംപ്റ്റുകൾ കൊടുത്ത് അതിൻ്റെ ഔട്ട്പുട്ട് അനലൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ നമ്മുടെ അടുത്ത വർക്ക്ഷോപ്പും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എഐയോട് സംസാരിക്കാനുള്ള ഭാഷ എന്ന രീതിയിലാണ് നിങ്ങൾ അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഒരു സാധാരണക്കാരനുള്ള ഒരു വിഷയമായിട്ട് തോന്നില്ല. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അതൊരു ഡിഫറെൻറ്റ് വേർഡായി. അപ്പോൾ ഇത് താങ്കൾ കരുതുന്നുണ്ടോ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ കഴിയുമെന്നും അതിലൂടെ AI കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇതിന് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഇതിലും വർക്ക്ഷോപ്പിലും ഇത് പറഞ്ഞിരുന്നു. അതായത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയും സാമാന്യ യുക്തിയും, ഇത് രണ്ടുമാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിന് വേണ്ട പ്രീ റിക്വിസൈറ്റ്സ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഡിഗ്രി വേണമെന്നോ പ്രോഗ്രാമിംഗ് നോളജ് വേണമെന്നോ ഒന്നുമില്ല. ഇപ്പം പ്രോംപ്റ്റുകൾ കൊടുക്കുക എന്ന് പറയുന്നത് അതിനുമായിട്ട് നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കറൻ്റ്ലി മലയാളത്തിൽ പ്രോംപ്റ്റുകൾ കൊടുക്കുന്നത് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടില്ല. കാരണം എയുടെ പോലും ട്രാൻസ്ലേഷൻസ് അത്ര കറക്റ്റ് ആയിട്ടില്ല മലയാളത്തിലേക്ക്. എനിക്ക് തോന്നുന്നത് ഹിന്ദിയുടെയൊക്കെ കുറച്ചുകൂടെ അതിലും മെച്ചമാണ്. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് കൊടുക്കാൻ കഴിയുമെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എക്സ്പേർട്ടായി മാറാൻ കഴിയും. ഇത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഒരു ചെറിയ മിസ്നോമറാണ്. അതായത് ആ വാക്ക് കേട്ട് കഴിയുമ്പോൾ ഇപ്പോൾ ഇർഷാദ് പറഞ്ഞ മാതിരി ഒരു ഇത് വരും, ഓക്കെ എഞ്ചിനീയർമാർ ചെയ്യുന്ന എന്തോ കാര്യമായിട്ട് തോന്നും. അങ്ങനെയല്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഓക്കെ, അപ്പോൾ ജിജോ എത്ര ടൈപ്പ് കോഴ്സുകളായിട്ടാണ് ഇത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്?
പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സ്വായത്തമാക്കുന്ന രീതിയിലുള്ള ഒരു എന്തെങ്കിലും ഒരു അറിവ് അങ്ങനെയല്ല. ഇത് പ്രാക്ടീസിലൂടെ സിദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ എത്രത്തോളം എക്സ്പേർട്ട് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നോ അത്രത്തോളം എക്സ്പേർട്ട് ആണ് എന്നുള്ളതാണല്ലോ അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി. എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇത് പ്രാക്ടീസ് ചെയ്താണ് ഒരു നല്ല പ്രോംപ്റ്റ് എഞ്ചിനീയർ ആവാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഗൈഡൻസ് ആണ് നമ്മൾ ഈ ഇൻട്രൊഡക്ടറി ലെസണിലൂടെ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പരിമിതികൾ മൂലം 1-2 മണിക്കൂറിലുള്ള സൂം മീറ്റിംഗ് വഴിയായി തന്നെയാണ് ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് നമുക്ക് ഇത് നമ്മുടെ പ്ലാറ്റ്ഫോം അപ്ഗ്രേഡ് ആവുന്ന രീതിയിൽ നമുക്കത് കൂടുതൽ ടൈം എടുക്കുന്ന ക്ലാസ്സുകളായിട്ടൊക്കെ കൊടുക്കാൻ കഴിയുന്നതായിരിക്കും. ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഈ മഹാശക്തി നമ്മളുടെ സാധാരണക്കാരായ എല്ലാ ജനങ്ങളിലും എത്തിക്കാൻ താങ്കൾ ഉദ്ദേശിച്ച ഈ മനസ്സും അതുപോലെ ഇതിലെ സാധ്യതയും ഞാൻ കൺഗ്രാറ്റ് ചെയ്യുന്നു. ഓക്കെ.